ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. അതിനു മുന്നേ എന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആവുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അതിലൊരു റീബർത്ത് വരാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ട്രാൻസിഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു അവയർനെസ്സിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് കരുതേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു എൻഡ് ഉണ്ടെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറേ നാളൊക്കെ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയി അവരെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. എന്നാൽ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മാറ്റം വന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങി, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി. ആ ഒരു കാര്യമാണ് അവരിലേക്ക് ഒരു മാറ്റത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ എവിടെ ഈ റിലേഷൻഷിപ്പ് എന്തായെന്ന് കരുതിയോ അവിടെ നിന്നാണ് പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. റീബർത്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് 9 ഓഫ് വാൻസ് കാർഡാണ്. ഒരു ഡിറ്റർമിനേഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു ഫൈനൽ പുഷിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു എന്ന് ആദ്യത്തെ കാർഡ് ഞാൻ പറഞ്ഞു. ഒരു റീബർത്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ കാർഡ് നോക്കൂ, അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ അവർ നേരിടുന്നുണ്ട്. എന്നാൽ ആ തടസ്സങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു ഫൈനൽ പുഷിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അവർക്ക് എവിടെ നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആരും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്ന, നിങ്ങളിലേക്ക് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ സെക്കൻഡ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ തേർഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ സ്വപ്നങ്ങളെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഒരു പവർഫുൾ വിഷനെയാണ് ഈ കാർഡ് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ത് തന്നെ ആയാലും അത് നേടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കാനാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറോട് യൂണിവേഴ്സ് പറയുന്ന കാര്യം മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുകയാണെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഇവിടെ ഫോർത്ത് കാർഡ് കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ് എന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ പേഴ്സന്റെ എനർജിയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിലാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പുരോഗതിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഈ പിക്ചർ നോക്കൂ, സൈലന്റ് ആയിട്ട് ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ സ്വപ്നങ്ങളിലേക്കാണ് നോക്കി കാണുന്നത്. അവർക്ക് വന്നിട്ടുള്ള ഗ്രോത്തിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നേടുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്നത് സക്സസ് ആണ്. അങ്ങനെ സക്സസ്സിലൂടെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ട് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. എന്നാൽ എത്രയൊക്കെ സമ്പാദ്യവും കാര്യങ്ങളും അവരിലുണ്ടെങ്കിലും അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. അവർ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്ന എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ദ വീൽ ആണ്. ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു, ഒരു കാർമിക് ലെസൺ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇന്ന് ഏതൊരു രീതിയിലാണോ വിഷമിച്ചു കൊണ്ടിരുന്നത് ആ ഒരു കാര്യത്തിൽ എൻഡ് സംഭവിച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പോസിറ്റീവിനെ മാത്രമേ അട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്,
എത്ര നാളാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് ചിന്തിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് അതൊരു കാർമിക് ലെസൺ ആണെന്നാണ്. ആ ഒരു ലെസൺ എന്തായി എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഇതൊരു ലൈഫിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫെയിലായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിലേക്ക് നിങ്ങളെ കുറച്ചുകൂടി അടുപ്പിക്കാനായിട്ടുള്ള ഒരു ലെസൺ ആയിട്ട് കരുതും, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നിങ്ങളുടെ ജീവിതം മുന്നേറി പോകാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സിനെയാണ് വീൽ കാർഡ് മീൻ ചെയ്യേണ്ടത്. നിങ്ങളുള്ള കർമ്മ എൻഡ് ആവുന്നു എന്ന് തന്നെയാണ് ദ വീൽ കാർഡ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് വാൻഡ്സ് കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് വരാൻ പോകുന്ന ഒരു സെലിബ്രേഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റത്തെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഇത് മാരേജിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അത്രമേൽ വിശ്വാസത്തോടു കൂടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച കാര്യം സാധ്യമാകാൻ പോകുന്നു, സന്തോഷിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് സ്വാർട്സ് കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതമാണ്. തൻ്റെ ബ്രില്യൻ്റ് ഫ്യൂച്ചറിലേക്ക് നോക്കിക്കാണുന്ന, അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറെ മെഡിറ്റേഷന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കി കാണുന്നുണ്ടെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളെ തന്നെ യൂണിവേഴ്സൽ സറണ്ടർ ആക്കിക്കൊണ്ട്, യൂണിവേഴ്സൽ വിശ്വസിച്ചുകൊണ്ട് മെഡിറ്റേഷന് മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയും അതേ രീതിയിൽ തന്നെ പോവുക, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കൈക്കുള്ളിലാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഹീലാവാത്തതുണ്ടെങ്കിൽ നിങ്ങളോട് ഹീലാവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ഒരാളോടും ദേഷ്യവും വൈരാഗ്യം ഒന്നും വേണ്ട, അവരോട് നമ്മൾ ക്ഷമിക്കുക, നമ്മുടെ മനസ്സിനെ തന്നെ ഹീലാക്കുക. എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം. അങ്ങനെ നല്ല മനസ്സോടും നല്ല ചിന്തയോടും കൂടിയിട്ട് നമ്മൾ മെഡിറ്റേഷന് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു കാര്യവും നേടിയെടുക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നേടിയെടുക്കുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഹീലായിക്കൊണ്ട് മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയും കണ്ടിന്യൂ ചെയ്തു പോകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാനും പറയുന്നത്. ഈ റീഡിങ് ഞാൻ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശവും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നെ അറിയിക്കാം. ഈ റീഡിങ് ഒരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേറ്റ് ആവുക. പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ നിങ്ങളുടെ അക്യുറേറ്റ് കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിന് വന്ന ഒത്തിരി പേർക്ക് അവരുടെ കാര്യം സാധിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ താങ്ക് യു പറയുകയാണ്. ഞാനെന്ന റീഡർ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഒരു നിയോഗം എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വേണ്ടത് എളിമയാണ്, മറ്റുള്ളവരോടുള്ള സ്നേഹമാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്തു തന്നെ ആയാലും അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ക്ഷമയാണ്, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ്, വിശ്വാസമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും അവരോട് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടും കൂടി പെരുമാറുന്ന ഓരോ വ്യക്തികൾക്കുമാണ് അവർക്ക് യൂണിവേഴ്സ് അവരുടെ കാര്യം സാധിപ്പിച്ചു തരിക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നിങ്ങളുടെ ഏതാഗ്രഹവും നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ, യൂണിവേഴ്സിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ സ്വന്തം നിംസ്.